So guys, after a long while, welcome to Tech Hot News. PC ഇൻഡസ്ട്രിയിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്, ലീക്സ്, റൂമേഴ്സ്, ഇൻഫർമേഷൻസ് ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യുവർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോദ്. തുടങ്ങാം. സോ ഫസ്റ്റ്, ടൈവാനിൽ ഇപ്പം കോംപ്യൂടെക്സ് 2025 നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ PC ഇൻഡസ്ട്രിയിലെ എല്ലാ ടോപ്പ് ബ്രാൻഡ്സും കമ്പനീസ് അവരുടെ പുതിയ പ്രൊഡക്ട്സ് ഷോക്കേസ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ മേജറായിട്ട് ഇപ്പോൾ പറയാനുള്ളത് NVIDIAയുടെ അപ്ഡേറ്റ് ആണ്. ഇതിൽ നമുക്ക് നോർമൽ കൺസ്യൂമേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റഫ് എന്ന് പറയുന്നത് RTX 5060യുടെ അനൗൺസ്മെന്റ് ആണ്. ആൻഡ് ഇതുമായിട്ട് ബേസ് ചെയ്ത് കുറേ കോൺട്രവേഴ്സീസും NVIDIA സൈഡിൽ നിന്ന് കുറച്ച് തെണ്ടിത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് NVIDIA. സോ ഇതിൻ്റെ കുറേ ന്യൂസാണ്. PC റിലേറ്റഡ് നിങ്ങൾ ഏത് യൂട്യൂബ് ചാനൽ നോക്കുവാണെങ്കിലും അതിൽ ടോപ്പ് യൂട്യൂബേഴ്സ് എല്ലാം പറയുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും ഇതിനെക്കുറിച്ചൊരു വീഡിയോ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് കാണാം. ഒരു ബ്രീഫ് പറയുവാണെങ്കിൽ RTX 5060 NVIDIA അനൗൺസ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ റിവ്യൂസ് ആരെയും പുറത്തു വിടാൻ സമ്മതിക്കുന്നില്ല. NVIDIA ആർക്കും ഡ്രൈവേഴ്സ് സപ്പോർട്ടിന് വേണ്ടി ഡ്രൈവേഴ്സ് കൊടുക്കുന്നില്ല. NVIDIA പറയുന്നത് റിവ്യൂസ് ഒന്നും ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ടോപ്പ് യൂട്യൂബേഴ്സിനും റിവ്യൂസിന് വേണ്ടി യൂണിറ്റ്സോ അല്ലെങ്കിൽ അതിൻ്റെ ആക്ച്വൽ ഡ്രൈവേഴ്സും കൊടുത്തിട്ടില്ല. അവർ പറയുന്നത് NVIDIA പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീവ്യൂ വീഡിയോ ചെയ്യാവുന്നതാണ്. ആക്ച്വൽ യൂസ്ഡ് റിവ്യൂ വീഡിയോ ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടില്ല. NVIDIA പറയുന്നതും ലേറ്റസ്റ്റ് മൾട്ടി ഫ്രെയിം ജനറേഷൻ DLSS 4 ഇതുപോലത്തെ ഫീച്ചേഴ്സിൽ മോർ കോൺസെൻട്രേറ്റ് ചെയ്യണം, അതിൻ്റെ റിസൾട്ട്സ് മെയിനായിട്ട് കാണിക്കണം, അതിനെ ഫോക്കസ് ചെയ്യണമെന്നാണ്. വിച്ച് ഈസ് കൈൻഡ് ഓഫ് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസ് ആണിത്. ആൻഡ് ഇത് അക്സെപ്റ്റ് ചെയ്ത ചില ടെക് പബ്ലിക്കേഷൻസും ഉണ്ട്. അതും നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുവാണെങ്കിൽ RTX 5060യുടെ പ്രീവ്യൂ എന്നും പറഞ്ഞ് പല പബ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് വന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഇവിടെ NVIDIA പറയുന്നത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് അവർ പറയുന്ന ഗെയിംസും പറയുന്ന സെറ്റിംഗ്സിലൊക്കെ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു പ്രീവ്യൂ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആർട്ടിക്കൽ പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ബട്ട് ആക്ച്വലായിട്ട് യൂസ് ചെയ്തിട്ട് പ്രോപ്പർ ഡ്രൈവേഴ്സ് ഒക്കെ വെച്ച് യൂസ് ചെയ്തിട്ട് ഒരു ഫുൾ റിവ്യൂ പോലെ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നില്ല. അങ്ങനെ വരുന്നവർക്ക് ഡ്രൈവേഴ്സും കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ ഐ തിങ്ക് NVIDIAക്ക് അറിയാം RTX 4060നെക്കാളും വലിയ പെർഫോമൻസിൽ ഇംപ്രൂവ്മെന്റ് ഒന്നും ഇല്ലെന്ന്. സോ അതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഓരോ പ്രാക്ടീസസ് ആണിത്. ആൻഡ് ഇതിന് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ടോപ്പ് യൂട്യൂബേഴ്സ് എല്ലാവരും ഒന്നിച്ച് NVIDIA ചെയ്യുന്ന കാര്യങ്ങളും NVIDIA എങ്ങനെയാണ് റിവ്യൂസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഡീറ്റെയിൽഡ് വീഡിയോസ് എല്ലാ യൂട്യൂബേഴ്സും ഇട്ടിട്ടുണ്ട്. ആസ് ഓഫ് നോ റിവ്യൂസ് അല്ലെങ്കിൽ റിവ്യൂ ആർട്ടിക്കിൾസ് ഒന്നും വന്നിട്ടില്ല, പ്രീവ്യൂസ് വന്നിട്ടുണ്ട്. RTX 5060നെ കുറിച്ച് പറയുവാണെങ്കിൽ GB206 ചിപ്പാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റിൽ 8GB VRAM തന്നെയാണ് ഇതിലുള്ളത്. $299 ആണ്. 145 വാട്ട്സിന്റെ ആണ് TGP, 3840 CUDA കോഴ്സും 8GB GDDR7 ആണ് മെമ്മറി. ടു ബി ഫ്രാങ്ക്, ഇപ്പോഴത്തെ ഗെയിംസിന്റെ ഗ്രാഫിക്കൽ ഡിമാൻഡ്സ് ഒക്കെ മീറ്റ് ചെയ്യാൻ എന്തായാലും 8GB ഈസ് വെരി ലെസ്. ഫണ്ണി തിങ് എന്താണെന്ന് വെച്ചാൽ 3000 സീരീസ് RTX 3060യിൽ നമുക്ക് 12GB VRAM വരുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് വന്ന 4060 ആൻഡ് ഇപ്പോൾ 5060യിൽ 8GB VRAM മാത്രമേ ഉള്ളൂ. സോ ടെക്നിക്കലി 3060 അത്യാവശ്യം VRAM ഹെവി ആയിട്ടുള്ള ഗെയിംസിന് വേണ്ടി ഇപ്പോഴും വയബിൾ നല്ലൊരു ഓപ്ഷനാണ്. സോ ഇവിടെ നമുക്ക് ഡീറ്റെയിൽഡ് FPS പെർഫോമൻസോ കാര്യങ്ങളൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല. പക്ഷേ NVIDIAയുടെ ആ ഒരു ഫ്രെയിം ജനറേഷൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ലേറ്റസ്റ്റ് ഗെയിംസിലും 100+ FPS മാക്സ്ഡ് ഔട്ട് സെറ്റിംഗ്സിൽ കിട്ടുന്നു എന്നാണ് കാണിച്ചേക്കുന്നത്. സോ ഇത് ഒബ്വിയസ്ലി ആക്ച്വൽ പെർഫോമൻസ് ഒന്നുമല്ല, ഫ്രെയിം ജനറേഷൻ DLSS ഇതെല്ലാം എനേബിൾ ചെയ്തുകൊണ്ടുള്ള പെർഫോമൻസും കാര്യങ്ങളാണ് ഈ ക്ലെയിംസ് കാണിക്കുന്നത്. സോ ഈ വീക്ക് തന്നെ മാർക്കറ്റിൽ വരുന്നതായിരിക്കും RTX 5060. അപ്രോക്സിമേറ്റ്ലി ഒരു 30,000 പ്രൈസ് റേഞ്ചിലായിരിക്കും സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. 30,000 to 32,000 റേഞ്ചിലായിരിക്കും. ഇതല്ലാതെ നോക്കുവാണെങ്കിൽ ആസ് യൂഷ്വൽ NVIDIAയുടെ AI പരിപാടി തന്നെയായിരുന്നു. മോസ്റ്റ്ലി ഡേറ്റാ സെൻറ്റർ AI ബേസ്ഡ് വർക്ക് ലോഡ്സിന് വേണ്ടി കുറച്ച് പുതിയ ഗ്രാഫിക്സ് കാർഡ്സ് ആൻഡ് ഡിവൈസസ് ഇതൊക്കെയായിരുന്നു മേജർ സംഭവം. അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് RTX 5060 കൂടെ അനൗൺസ് ചെയ്തു, അത്രേ ഉള്ളൂ. NVIDIAയുടെ കാര്യം പറയുമ്പം കുറച്ച് നാളായിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ട് NVIDIAയുടെ ഡ്രൈവേഴ്സിൻ്റെ. ആൻഡ് അതൊക്കെ ഇപ്പം ഡ്രൈവർ വേർഷൻ 576.40യിൽ സോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പല NVIDIA GPUസിലും ഡ്രൈവേഴ്സ് അപ്ഡേറ്റ് ചെയ്യുമ്പം ബ്ലാക്ക് ഔട്ട് ആവുന്നു. ഇതുപോലത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സ്ക്രീൻ കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആവുന്നു, ഡിസ്പ്ലേ ഡിറ്റക്ട് ചെയ്യുന്നില്ലായിരുന്നു, നോ സിഗ്നൽ എന്ന ഇഷ്യൂസ്, ഗെയിമിൽ ഇൻസ്റ്റബിലിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ചില ഗെയിംസ് ക്രാഷ് ആകുന്നുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ Cyberpunk 2077 ക്രാഷ് ആകുന്നുണ്ടായിരുന്നു, F123 and 24 ക്രാഷസ് ഉണ്ടായിരുന്നു. ആൻഡ് ചിലത് സ്പെസിഫിക്കലി RTX 5000 സീരീസ് ഹൈ എൻഡ് GPUസിലായിരുന്നു. ഗെയിമിൻ്റെ റെസൊല്യൂഷൻ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവുന്നുണ്ടായിരുന്നു, സാച്ചുറേഷൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, സ്റ്റട്ടറിംഗ്, ലോ പെർഫോമൻസ്, ഇതൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട് എന്നാണ് NVIDIA പറയുന്നത്. സോ ഇൻ കേസ് ഇതുപോലത്തെ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് 576.40 ഡ്രൈവറിലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് അപ്ഡേറ്റ് NVIDIAയുടെ കൂടെ തന്നെ AMDയുടെ ഒരു GPU കൂടി വരുന്നുണ്ട്.
AMDയുടെ ബഡ്ജറ്റ് സീരീസിൽ വരുന്ന RX 9060 GPU. സോ AMD Radeon RX 9060 XT നോക്കുവാണെങ്കിലും RDNA 4 ബേസ്ഡ് ഗ്രാഫിക്സ് കാർഡ് ആയിരിക്കും. ഇതും നെക്സ്റ്റ് വീക്ക് ആയിരിക്കും മാർക്കറ്റിൽ ലോഞ്ച് ആകാൻ പോകുന്നത്. 8GB ആൻഡ് 16GB വേരിയൻ്റ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ടാർഗറ്റിംഗ് NVIDIA's RTX 5060 Ti. സോ മോസ്റ്റ്ലി മെയ് 21 ഇത് കോംപ്യൂടെക്സിൽ അനൗൺസ് ആകാൻ പോകുന്നത്. വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതിന് മുമ്പെയാണ്. സോ മേ ബി വീഡിയോ പബ്ലിഷ് ആകുമ്പോഴത്തേക്ക് മോസ്റ്റ്ലി ഇത് അനൗൺസ് ആയിട്ടുണ്ടാവും. AMDയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആണ് ഈ കാണുന്നത്. കോംപ്യൂടെക്സ് 2025 മെയ് 21 അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമെന്ന്. സോ പ്രൈസിങ് ആസ് ഓഫ് നോ എന്തായാലും അറിയത്തില്ല. വീഡിയോ പബ്ലിഷ് ആയി കഴിഞ്ഞിട്ട് ഇത് വരുമ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഇത് അപ്ഡേറ്റ് ചെയ്തേക്കാം. ആൻഡ് ഇവിടെ ഇൻട്രസ്റ്റിംഗ്ലി ഏസർ ഒരു GPU അനൗൺസ് ചെയ്തിട്ടുണ്ട്. Radeon RX 9060 XT 16GB വേരിയൻറ്റ്. സോ ഇതാണ് ഏസറിൻ്റെ 9060 XT നൈട്രോ മോഡൽ. ഏസർ അങ്ങനെ അധികം ഗ്രാഫിക്സ് കാർഡ്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഐ തിങ്ക് എൻ്റെ കയ്യിൽ ഏസറിൻ്റെ A380 GPU ഒരെണ്ണം ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് വേറെ ഉണ്ടോയെന്ന് അറിയത്തില്ല. സോ ഇതിന് മുമ്പേ Intel ആയിരുന്നു. ആൻഡ് ഐ തിങ്ക് ദിസ് ടൈം ഏസർ ഈസ് പാർട്ട്ണറിംഗ് വിത്ത് AMD. സോ എനിവേസ് ഈ വീക്കിൽ തന്നെ നമുക്ക് എന്തായാലും 9060 GPUs അനൗൺസ്മെൻറ്റും വരുന്നതായിരിക്കും. നെക്സ്റ്റ് അപ്പ് ഇത് നമ്മൾ കുറേ നാൾ മുമ്പേ ഒരു വീഡിയോയിലും പറഞ്ഞതാണ്. Windows 10 മൈക്രോസോഫ്റ്റിൻ്റെ Windows 10ൻ്റെ എൻഡ് ഓഫ് ലൈഫ് ആയിട്ടുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ ക്ലിയർലി കാണാം Windows 10ൻ്റെ സപ്പോർട്ട് സ്റ്റോപ്പ് ആകുന്നത് October 2025 എക്സാക്ട്ലി പറഞ്ഞാൽ 14th October 2025 കഴിഞ്ഞിട്ട് ഇൻ കേസ് നിങ്ങൾ Windows 10 യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, വിൻഡോസിൻ്റെ അപ്ഡേറ്റ്സോ ടെക്നിക്കൽ അസിസ്റ്റൻസ്, സെക്യൂരിറ്റി ഫിക്സസ് ഇതൊന്നും കിട്ടുന്നതല്ല. സോ ബേസിക്കലി Windows 10ന് നിങ്ങൾക്ക് Windows 11ലോട്ട് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. സോ ഇൻ കേസ് ഇപ്പോഴും Windows 10 ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ Windows 11ലോട്ട് അപ്ഗ്രേഡ് ആകുന്നത് നല്ലതാണ്. ബിക്കോസ് മെയിൻ ആയിട്ടുള്ളത് സെക്യൂരിറ്റി ഇഷ്യൂസും സെക്യൂരിറ്റി ഫിക്സസ് ആണ്. സോ അത് ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ ദെൻ അതൊരു മേജർ ഇഷ്യൂ ആയിരിക്കാം. ആൻഡ് ഓൾസോ പുതിയ സോഫ്റ്റ്വെയർസ്, പുതിയ ഗെയിംസ് ഒക്കെ കുറച്ചും കൂടി Windows 11 ആയിട്ട് ഒപ്റ്റിമൈസ്ഡ് ആണ് വരുന്നത്. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് ബെറ്റർ ടു അപ്ഗ്രേഡ് ടു Windows 11 നൗ. October 14th 2025 ആണ് ലാസ്റ്റ് ഡേറ്റ്. ആൻഡ് നെക്സ്റ്റ് Intel Arc സീരീസിലെ പുതിയ പ്രോ സീരീസ് ഗ്രാഫിക്സ് കാർഡ്സ് Intel അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ ഇതും Intel Arc Pro Battlemate GPU സീരീസ് ആണ്. 24GB VRAM ഉള്ളൊരു മോഡലാണ് ഫസ്റ്റ് അനൗൺസ് ചെയ്യുന്നത്. Intel Arc Pro B60 എന്ന മോഡൽ. സോ Intel Arc Pro B60 BGM G21 GPU ചിപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. 192 ബിറ്റ്സിൻ്റെ ആണ് മെമ്മറി ബസ് വിത്ത്. ആൻഡ് യൂഷ്വൽ എല്ലാ പ്രൊഫഷണൽ GPUസിനെ പോലെ തന്നെ സിംഗിൾ ബ്ലോവർ സ്റ്റൈൽ ഡിസൈൻ ആണ്. ആൻഡ് അത് മാത്രമല്ല Maxon എന്ന കമ്പനി Intel Arc Pro B60യുടെ ഡ്യുവൽ GPU ചിപ്പ് ഉള്ള ഒരു മോഡൽ വിത്ത് 48GB VRAM ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ പേര് പോലെ 2 GPU ചിപ്സ് ആയിരിക്കും വരുന്നത്. ഈച്ച് ചിപ്പ് വിൽ ഹാൻഡിൽ 24GB VRAM. സോ ഇൻ ടോട്ടൽ 48GB ആണ് VRAM നമുക്ക് ഇതിൽ കിട്ടുന്നത്. 48GB VRAM ഉള്ള ഒരു കാർഡ് ആണെങ്കിലും ഡ്യുവൽ സ്ലോട്ട് ഡിസൈൻ ആണ്. 30 cm മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ലെന്ത് വരുന്നതും. 600 വാട്ട്സിൻ്റെ ആണ് TDP ആൻഡ് 12 വോൾട്ട് 2x6 കണക്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റിംഗ്ലി 2 ചിപ്സിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിസ്പ്ലേ ഔട്ട് പോർട്ട്സും കൊടുത്തിട്ടുണ്ട്. സോ ഇത് പ്യൂർലി പ്രൊഫഷണൽ വർക്ക് ലോഡ്സിന് വേണ്ടി മാത്രമാണ്. AI ബേസ്ഡ് മെഷീൻ ലേണിംഗ് ഇതുപോലത്തെ വർക്ക് ലോഡ്സിന് വേണ്ടിയാണ് Intel's Arc പ്രൊഫഷണൽ സീരീസ്. നെക്സ്റ്റ് അപ്പ് വൈറ്റ് PC ബിൽഡ്സ് അല്ലെങ്കിൽ വൈറ്റ് എസ്തെറ്റിക്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി Asusന്റെ കുറേ പുതിയ വൈറ്റ് GPUs വരുന്നുണ്ട്. സ്പെഷ്യലി Asusന്റെ 50 സീരീസ് ആണ്, RTX 50 സീരീസ് GPUs ആണ് ഇതൊക്കെ. സോ ഇവിടെ 3 ഡിസൈൻസ് ആണ് നമ്മൾ കാണുന്നത്. ടഫ് മോഡലും, പ്രൈം മോഡൽ ആൻഡ് അസ്യൂസിൻ്റെ ടോപ്പ് എൻഡ് ആസ്ട്രോൾ മോഡൽ. സോ ഈ 3 മോഡൽസും അസ്യൂസ് കോംപ്യൂടെക്സ് 2025 അനൗൺസ് ചെയ്യുന്നതായിരിക്കും. കാർഡ്സിനെ കുറിച്ച് നമുക്ക് പ്രൈസിംഗ് ഡീറ്റെയിൽസ് ഓർ വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. കാർഡ്സിൽ മേജർ ഡിഫറൻസ് ഒന്നും ഉണ്ടാകും തോന്നുന്നില്ല എക്സെപ്റ്റ് കോസ്മെറ്റിക് അപ്ഗ്രേഡ്. സോ കംപ്ലീറ്റ്ലി വൈറ്റ് എസ്തെറ്റിക്സ് പ്രിഫർ ചെയ്യുന്നവർക്കും അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഉള്ളവർക്ക് നല്ല ഓപ്ഷൻ ആയിരിക്കും ഇതൊക്കെ. ആൻഡ് ഫൈനലി ഒരു ചെറിയ അപ്ഡേറ്റും കൂടി. EVGA എന്ന കമ്പനി അറിയാമെങ്കിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ EVGAയുടെ പവർ സപ്ലൈസ് വീണ്ടും ഇന്ത്യയിൽ വരുന്നുണ്ട്. സോ ഈ പ്രാവശ്യം ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓൾവേ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന കമ്പനിയാണ്. ആൻഡ് ഇവർ തന്നെയാണ് ഇന്ത്യയിൽ ഹൈറ്റ് എന്ന ബ്രാൻഡിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ആർട്ടിക് എന്ന ബ്രാൻഡിന്റെ ലിക്വിഡ് കൂളേഴ്സ് ആൻഡ് കൂളേഴ്സിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ആൻഡ് ഗെയിം ഡിയാസ് എന്ന ബ്രാൻഡിന്റെ ഓൾമോസ്റ്റ് എല്ലാ പെരിഫറൽസ് പാർട്സിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇവരാണ്. സോ ഇവർ തന്നെയാണ് ഇപ്പം EVGA ബ്രാൻഡിന്റെ പവർ സപ്ലൈസും ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. EVGA പവർ സപ്ലൈസ് പുറത്ത് ഞാൻ യൂസ് ചെയ്തതാണ്. എൻ്റെ കയ്യിൽ ഇപ്പം ഒരു EVGAയുടെ പവർ സപ്ലൈ ഇരിപ്പുണ്ട്. ഓൾദോ ഇന്ത്യയിൽ ഇതിനു മുമ്പേ ഉണ്ടായിരുന്നു, പക്ഷേ അത്ര പോപ്പുലർ അല്ലായിരുന്നു. മെയിൻലി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കോസ്റ്റിൻ്റെയും ഈ വാറണ്ടിയുടെ ഇഷ്യൂസ് കാരണമാണ്. സോ ഹോപ്പ്ഫുള്ളി അത് ഈ പ്രാവശ്യം ഉണ്ടാകത്തില്ല എന്ന് വിചാരിക്കാം. എന്തായാലും 750 വാട്ട്സിൻ്റെയും 1000 and 1200 വാട്ട്സിൻ്റെ പവർ സപ്ലൈസ് ആണ് ഇപ്പം EVGA ബ്രാൻഡിൻ്റെ ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആകുന്നത്. സോ ഹോപ്പ്ഫുള്ളി കിട്ടുവാണ്, പ്രശ്നമൊന്നുമില്ല. വാറണ്ടിയും കാര്യങ്ങളെല്ലാം പക്കായിട്ട് ഉണ്ടെങ്കിൽ കുറച്ച് ഹൈ എൻഡ് ബിൽസിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നതായിരിക്കും. സോ എനിവേസ് അതായിരുന്നു ഇന്നത്തെ ഒരു ബ്രീഫ് ഹോട്ട് ന്യൂസ് വീഡിയോ.
മറ്റു ലേറ്റസ്റ്റ് കോംപ്യൂടെക്സിൻ്റെ അപ്ഡേറ്റ്സോ കാര്യങ്ങൾ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഇൻസ്റ്റാഗ്രാമിലും റീലായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, സെയിം തിങ്. സോ ഇൻസ്റ്റാഗ്രാമിലും ചുമ്മാ ഒന്ന് ഫോളോ ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. PC ബിൽഡ്സ്, ടെക് കൺസൾട്ടേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. PC ബിൽഡ്സ് ഞാൻ വീണ്ടും പറയാണ്, പലരും വന്ന് ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. PC ബിൽഡ്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. സോ കോൺടാക്ട് ചെയ്യാം. എനിവേസ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.